ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് സി ഫ്ലിപ്പ് 6 ആണ്. സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഫ്ലിപ്പ് മോഡലാണ് ഫ്ലിപ്പ് 6. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലൂ കളർ ഓപ്ഷനിൽ വരുന്ന 12GB റാമും 256GB മെമ്മറിയുമുള്ള മോഡലാണ്. കറക്റ്റ് 1 ഇയർ യൂസേജുള്ള ഈ ഫോണിൻ്റെ വാറണ്ടി പീരീഡ് ജസ്റ്റ് ഈ മാസം കഴിഞ്ഞു പോയതേ ഉള്ളൂ. ആദ്യമായി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിൽ എന്തൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ചാർജിങ് കേബിളും കുറച്ച് ഡോക്യുമെൻറ്റ്സും അടങ്ങിയ ഒരു ബോക്സാണ്. ചാർജർ ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. സോ ചാർജിങ് കേബിളും ഫോണും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യമായി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സി ഫ്ലിപ്പ് 6. കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻ ഹാൻഡ് ഫീലാണ് ഇത് തരുന്നത്. ആദ്യമായി ഇതിൻ്റെ കവർ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആപ്സ് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് വിഡ്ജറ്റ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന ഈ കവർ സ്ക്രീനിന് ഓൾറെഡി ഒരു സ്ക്രീൻ ഗാർഡ് സാംസങ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ UI സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് 1 UIയിലാണ് വരുന്നത്. അത് നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആണ്. 12GB റാം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആപ്സുകൾ ഓപ്പൺ ചെയ്തിട്ടാലും ലാഗൊന്നും ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിൽ സിംഗിൾ ഫിസിക്കൽ സിം ഓപ്ഷനാണ് വരുന്നത്. എന്നാൽ ഒരു ഇ സിമ്മും കൂടി യൂസ് ചെയ്ത് ഡ്യുവൽ സിമ്മായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഹിഞ്ചസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. യാതൊരുവിധ ഇഷ്യൂസും ഇതുവരെ ഹിഞ്ചസിന് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഒടിവ് നോക്കിയാലും നിവർത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒടിവ് അത്ര വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി ഈ ഡിസ്പ്ലേ തരുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിംഗ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ആൻഡ്രോയിഡ് 15 ഉള്ളതെന്ന് കാണാം. കൂടുതൽ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ തനത് ആപ്പ് ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും ഒരു മെയിൻ ക്യാമറ ലെൻസുമാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ടെലിഫോട്ടോ ലെൻസ് ഇതിൽ അവൈലബിൾ അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇതിൻ്റെ മെയിൻ 50 മെഗാപിക്സലിലെ ക്യാമറ യൂസ് ചെയ്ത് സെൽഫി, വീഡിയോ ആൻഡ് ഫോട്ടോസ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡി ആയിട്ട് ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് സ്റ്റാൻഡിൽ വെക്കാണ്ട് ടേബിളിൽ തന്നെ വെച്ച് നമുക്ക് സെൽഫി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത ചില ഫോട്ടോ സാമ്പിൾസ് ചെക്ക് ചെയ്യാം. മെയിൻ ക്യാമറയിൽ 4K 60fps റിഫ്രഷ് റേറ്റിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. സൗണ്ട് ക്വാളിറ്റി കേൾക്കാവുന്നതാണ്. അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന 4K റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. മെയിൻ ക്യാമറ യൂസ് ചെയ്തെടുത്തിരിക്കുന്ന സെൽഫി വീഡിയോ ആണ് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലുള്ള മെയിൻ ക്യാമറ വെച്ച് സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. 4K റെസൊല്യൂഷനുള്ള 60fpsൻ്റെ സെൽഫി ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 4K വീഡിയോ പ്ലേബാക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ മികച്ച ഒരു വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റും 12GB റാമും വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. സാംസങ്ങിൻ്റെ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഇതിന് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇത് തോന്നിയില്ല. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഫീൽ തന്നെയാണ് ഇത് തരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഡിസ്പ്ലേയിൽ യാതൊരുവിധ
വൈറ്റ് ഡോട്ട്സോ ബ്ലാക്ക് ഡോട്ട്സോ ഒന്നും തന്നെ കാണുന്നില്ല. അതുപോലെ തന്നെ സ്ക്രാച്ചസോ ഒന്നും തന്നെ ഇല്ല. ഓൾറെഡി ഇതിൻ്റെ സ്ക്രീന് ഒരു സ്ക്രീൻ ഗാർഡ് സാംസങ് കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അത് കവർ ഡിസ്പ്ലേക്കും കൊടുത്തിട്ടുണ്ട്. കവർ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും വളരെ മികച്ച തന്നെയാണ്. യാതൊരുവിധ ഇഷ്യൂസും അതിനില്ല. സൈഡ് പാനൽസ് എടുത്ത് ചെക്ക് ചെയ്താലും യാതൊരുവിധ സ്ക്രാച്ചസോ മറ്റു പാടുകളോ ഒന്നും തന്നെ കാണുന്നില്ല. ഒരു ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ അതേ ഫീൽ തന്നെ ഇത് തരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ ക്യാമറ ലെൻസുകളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ 1 ഇയർ യൂസേജ് തന്നെ ഉണ്ടെങ്കിലും ഈ ഫോൺ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് ഇത് വരുന്നത്. 256 GB മെമ്മറി വരുന്ന ഈ മോഡലിന് ഓൺലൈൻ സൈറ്റുകളിൽ 71,000 രൂപ മുതൽ വില വരുന്ന ഈ സി ഫ്ലിപ്പ് 6ന് നിങ്ങൾക്ക് വെറും 45,000 രൂപയ്ക്ക് സ്വന്തമാക്കുവാൻ താഴെ കാണുന്ന സെലൻട്രിക് എന്ന മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.